ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഞായറാഴ്ച ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നല്ല ഹെവി ഫുഡാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. ചിക്കൻ കറി പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു കറി കുക്കറിൽ പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. സവോളൊക്കെ പൊരിച്ചെടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ പൊടിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക്. പിന്നെ ഇതാ പൊറോട്ടയിലേക്ക് നല്ല ചൂട് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വേണം അച്ചുവിനെ ട്യൂഷന് വിടാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ. പൊറോട്ട ഇഷ്ടപ്പെടാത്തവർ ചുരുക്കാവും അല്ലേ? ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ പൊറോട്ട ഉണ്ടാക്കാറും കഴിക്കാറൊക്കെ ഉള്ളൂ. ഇനി പൊറോട്ട കഴിച്ചിട്ട് നമുക്ക് നാളെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറ്റബോധം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഞാനൊരു പൊറോട്ട കഴിച്ചുള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് കൂടുതൽ അങ്ങ് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ചാടിയൊക്കെ കഴിഞ്ഞപ്പോഴേ പിന്നെ പെട്ടെന്ന് അങ്ങ് തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇട്ടുട്ടാ. ഇപ്പോൾ ഡെയിലി യാത്രയുള്ള കാരണം കൊണ്ട് ഒത്തിരി തുണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ സൺഡേ ആകുമ്പോൾ നമുക്ക് സ്വസ്ഥതയിലൊക്കെ തുണി കഴുകിടാനും എല്ലാത്തിനും നേരം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. അപ്പോൾ നമുക്കിന്നൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അച്ചുവിനെ ട്യൂഷൻ അങ്ങ് പറഞ്ഞയച്ചിട്ട് എനിക്ക് അങ്ങനെ കണ്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ തല കഴുകിയിട്ടൊന്നുമില്ല. മരിച്ച വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കുളിച്ചിട്ടേ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ വന്നിട്ട് നന്നായിട്ട് അങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ മരിച്ചോടത്ത് പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിപ്പാണ് കേട്ടോ. ഇനി ഉച്ചത്തെ പരിപാടിയൊക്കെ തുടങ്ങാനുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇന്നലെ കൊടുന്ന് വെച്ചാൽ മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മത്തി മുളകിട്ടിട്ട് കറിയൊക്കെ വെച്ചു. പിന്നെ പൊരിക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മത്തിക്കറിയൊക്കെ ഇവിടെ സെറ്റ് മണിയായി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് ക്യാബേജൊക്കെ കട്ട് ചെയ്ത് അത് മഞ്ഞപ്പൊടിയുടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം. ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. അതിലേക്ക് കുറച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കടുകൊക്കെ വറുത്തിടുക. അതിലേക്ക് നമ്മുടെ ക്യാബേജ് അങ്ങ് തട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് മെല്ലെ അങ്ങ് വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയായി. അതേ ചട്ടിയിൽ തന്നെ പിന്നെ നമ്മുടെ മത്തിയൊക്കെ അങ്ങ് പൊരിച്ചെടുത്തു. ഇതിൻ്റെ ഇടയിൽ റീൽസ് എടുക്കലും വീഡിയോസ് എടുക്കലും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന കാരണം കൊണ്ട് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നെ ഒന്നിനും മൂടുണ്ടാവില്ല. വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ കിടക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഷോർട്സൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നത്. വീട്ടിലിരിക്കുമ്പോൾ ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഷോർട്സ് ഇടാനും റീൽസ് ഇടാനും ലോങ് വീഡിയോയും എല്ലാം ഇടാനുള്ള ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഫുള്ള് ബിസിയാണ്. നമ്മളെ ഒന്നും കാണുന്നില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മറക്കൊന്നും ചെയ്യരുതേ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ജിമ്മിൽ കയറും. ജിമ്മിൽ പോയിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ കടയിലും ഒക്കെ കയറി വീട്ടിലെത്തുമ്പോഴേക്കും 7 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ ഇത് പറഞ്ഞ പോലെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറൊക്കെ ചെയ്യാനുണ്ടാവും. രാവിലെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടാണ് പോവുക. പിന്നെ വൈകിട്ട് വന്നാലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ. അങ്ങനെ നമ്മൾ മത്തിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് മോള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഇനി കുറച്ച് ദിവസം ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ പോയിരിക്കണം നാട്ടിലേക്ക്. അപ്പോൾ അവളും വരുന്നുണ്ട്. അപ്പോൾ അവൾ വൈകിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇന്ന് ചോറിനാനൊക്കെ ഒത്തിരി ലേറ്റായി കേട്ടോ. അപ്പോൾ നമ്മുടെ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറിനാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉമ്മറത്തിരുന്നിട്ട് കഴിക്കാനൊരു പൂതി കേട്ടോ. അങ്ങനെ ഉമ്മറത്തൊക്കെ വന്നിരുന്നിട്ടാണ് ഞാൻ ചോറൊക്കെ കഴിച്ചത്. ചോറിനെല്ലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നു കേട്ടോ. പിന്നെയും പണികൾ കിടപ്പുണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല, കുറച്ച് നേരം കിടന്നിട്ടേ ബാക്കിയൊക്കെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ എണിച്ചിട്ട് അച്ചുവിന് അവിലൊക്കെ കുഴച്ച് കൊടുത്തു. പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം അവിടെ തന്നെ അങ്ങ് പോകും. അത്രയും ചവറുണ്ടല്ലോ. അതൊക്കെ അടിച്ച് തീയിട്ട് വരുമ്പോഴേക്കും ഈ നേരമായിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിൽ തുണിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എടുത്ത് കൊണ്ടുവരണം. പിന്നെന്താ രാവിലേക്ക് ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മോൾ എത്തി. അവൾ വന്ന വഴിക്ക് ചോറ കഴിച്ചേട്ടാ. ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വേഗം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട കേട്ടോ. ആരും എന്നെ മറക്കൊന്നും ചെയ്യരുത്. പിന്നെന്താ, ഇതുവരെ നമ്മുടെ കൂടെ നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്